ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൂട് വെച്ചിട്ടുണ്ട്. കൂട് പൊക്കാൻ പോവുക. കൂട്ടിനകത്ത് എന്തൊക്കെ മീനുണ്ട് ഇതൊന്നും അറിയാൻ മേല. നമ്മളിന്ന് ശാലം താമസിച്ചു പോയി. കൂട് വെളുപ്പിനെ പൊക്കേണ്ടതാണ്. നല്ല മഴക്കാറ് കൊണ്ടിട്ടുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യും. വെളുപ്പിനെ കുറച്ച് സമയം മഴയില്ലായിരുന്നു. രാത്രി 12 മണി 1 മണി കഴിഞ്ഞ് പിന്നെ മഴ അങ്ങനെ പെയ്തില്ല. ഇപ്പം വീണ്ടും മഴക്കാറ് കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ജോർജ് ചേട്ടൻ വലയെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇനിയിപ്പം ചെന്ന് കൂട് പൊക്കാൻ പോവുക. അതിനാ താമസിച്ചു പോയത്. അതോ വെളുപ്പിനെ ഇല്ലേ? ജോർജ് ചേട്ടൻ വല ഇട്ടിട്ടില്ലെന്ന്. ഏതായാലും നമുക്കങ്ങോട്ട് പോവാം. നമ്മളിത് കടലിൻ്റെ കാട്ടിലോട്ട് കയറുക. പക്ഷേ ഭയങ്കര ഒഴുക്ക് കാരണം വള്ളമൊന്നും പോവുക. ഇനിയിപ്പോൾ നമ്മൾ പിടിച്ച് കയറ്റണം. കാൽക്കുലേറ്റ് നമ്മളിത് ഇവിടെ ഒരു കൂടുണ്ട്, നോക്കാം. അരകൻ ഉണ്ടോ? അരകനാണ് ഇന്നത്തെ ആദ്യത്തെ കൂടിനകത്ത്. നമുക്ക് അരകനാണ് കയറിയിരിക്കുന്നത്. അതിനകത്തൊരു മീൻ മറിഞ്ഞു. നമ്മൾ ഈ കൂട് കെട്ടി വെക്കുക. നമ്മൾ അടുത്ത കൂട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ 2 കൂടാണ് വെച്ചിരിക്കുന്നത്. നോക്കാം. കൂടിൻ്റെ പുറത്താണ് വള്ളം കയറിയിരിക്കുന്നത്. ഇതിനകത്തൊന്നുമില്ല. മാറി വെക്കണം ഇത്. പുറത്തെ കൂട്ടിനകത്തൊന്ന് നോക്കാം. ഇതിനകത്തൊരു തൂളിയാണ് ഉള്ളത്. എന്താ നല്ല മുഴുത്ത തൂളിയ. ചില്ല മുഴുവൻ കയറിയിരിക്കുക. അടുത്ത കൂട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇതിങ്ങനെ വെക്കുന്നതാണ് അറിയാതെ വരുന്നത്. ഇത് കൂട് കടകൾ നമ്മൾ കൂട്ടി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്തും തൂളിയ, ഒരു മഞ്ഞക്കുരിയുണ്ട്. നമുക്ക് ഇത് കുറഞ്ഞിട്ടേ. വേണ്ട,
മഞ്ഞക്കുരി ബക്കറ്റിലിട്ടിടാം. അങ്ങനെ തൂളി, മഞ്ഞക്കുരി, അരകൻ, ഈ കൂട് ഇങ്ങനെ കെട്ടി, ഇവിടുന്ന് നമ്മൾ കൂട് എടുക്കുന്നില്ല, ഇങ്ങനെ കെട്ടി ഇവിടെ ഇട്ട് വെക്കാം. ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇതിനകത്ത് മഞ്ഞക്കുരിയുണ്ട്, തൂളിയുണ്ട്. മഞ്ഞക്കുരിയാണ് കൂടുതൽ. നമുക്ക് കുടഞ്ഞിടാം. മഞ്ഞക്കുരി എന്ന് പറഞ്ഞാൽ നല്ല കീറ മഞ്ഞക്കുരി ഉണ്ടോ, ഉടക്കെ ഇരിക്കുക. ഇതുണ്ടോ, സൂപ്പർ മഞ്ഞക്കുരി. കൂട് നമുക്ക് കെട്ടി വെക്കാം. നമുക്ക് അടുത്ത കൂട് എടുക്കാം. ഇതിവിടെ ഈ ഒരു കൂട് ഒന്ന് എടുത്ത് നോക്കാം. മഞ്ഞക്കുരി ഉണ്ടോ, ഇതിനകത്ത് കുറച്ചേറെ മഞ്ഞക്കുരിയുണ്ട്. ഏറെ എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞക്കുരിയുണ്ട് ഇതിനകത്ത്. നമുക്കിത് കൊടുക്കാം. മഞ്ഞക്കുരി ഉടക്കിയിരിക്കുക. രണ്ട് കൊമ്പും വലയുടെ കണ്ണിൽ കയറിയിരിക്കാം, പറ്റിയല്ല. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് തന്നെ എടുക്കാം. കരയുന്നു. എന്താ ഈ കൂടും കെട്ടി വെക്കാം നമുക്ക്. അടുത്ത ഒരു കൂടുണ്ട്, ഇവിടെ എടുക്കാം. ഇവിടെ ഈ കൂട് നമുക്കൊന്ന് എടുക്കാം. ഇതാണ് മഞ്ഞക്കുരി ചാകര. ഉണ്ടോ, വെള്ളത്തെ കുടഞ്ഞിടാൻ ഒക്കത്തില്ല.
ഉണ്ണി അങ്ങോട്ട് ശലം ഒത്തിരി മഞ്ഞക്കുരി. അപ്പം നമുക്കിത് വള്ളത്തെ തന്നെ കുറഞ്ഞിടണം. നോക്കുകയില്ല. ഇതിലോട്ട് കയറ്റി കാല് എല്ലാം വള്ളത്തിനകം മൊത്തമായി. നമുക്ക് ഓരോന്ന് എടുക്കാം. അല്ലാതെ കോഴി ഇതൊന്ന് എടുക്കട്ടെ. മഞ്ഞക്കൂരി എല്ലാം കോർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാൻ വലിയ പാട്. മല കയറി, കൂടിൻ്റെ മല കയറി മൊത്തം ഉടക്കിയിരിക്കുക. മഞ്ഞക്കൂരി ഒരു 1.5 മഞ്ഞക്കൂരി. ഈ കൂട് നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. നമ്മൾ ഇന്ന് വെച്ച കൂടൊക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് നേരെ രാമങ്കരി ജെട്ടിയിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. ഓക്കെ. നമ്മളെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി നമ്മൾ രാമങ്കരി ജെട്ടിയിലോട്ട് പോവുക. ഭയങ്കര ഒഴുക്കാണ്, വെള്ളം തുഴഞ്ഞിട്ട് മുന്നോട്ട് പോകത്തില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ആരെങ്കിലും ഉണ്ടോ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ. നമ്മൾ രാമങ്കരി ജെട്ടിയിലേക്ക് അടുത്തിരിക്കുകയാണ്. കടത്തുവെള്ളം ജെട്ടിയിൽ നിന്ന് നല്ല കാഴ്ചയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ജെട്ടിലേക്ക് അടുത്ത് ഇന്ന് വെള്ളം എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ജോസിട്ട് വന്നിട്ടുണ്ട്, മീനെടുക്കാൻ ജോസിട്ട് വന്നിട്ടുണ്ട്.
ഇച്ചിരി ഇങ്ങോട്ട് മാറി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അപ്പൊ നമുക്ക് ജെട്ടിലെ കാഴ്ചകൾ കാണാം. ആദ്യം കൂട് കുഞ്ഞുവിന്റെ തന്നെ നോക്കാം. കുഞ്ഞുവിന്റെ മീൻ കൊടുത്തല്ലേ? വേണ്ട, കുഞ്ഞിന്റെ കാര്യമാണ്. കണ്ടോ, കുഞ്ഞ് കുറവല്ലേ? അത് കൂടി വെച്ചില്ലേ? ആണോ? സദാപ്പിയുടെ വല എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് പുള്ളിക്ക് തൂളിച്ചാകരയാണ്. മഞ്ഞക്കൂരിയുണ്ട്, ആറ്റിയമ്പല്ലിയുണ്ട്. ഈ സാധനത്തിനെ കണ്ടോ? ഒയ്യോ, ഇതാണ് സാധനം. ഇവിടെ അല്ല കിട്ടിയത് ഈ സാധനം. ഇനിയിപ്പോ ജോർജ് കിട്ടിയ മീൻ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. ഞാൻ കൈതപ്പറമ്പ് ജോർജ് കിട്ടി ഉണ്ടോ? കൈതപ്പറമ്പ് ജോർജ്. മഞ്ഞക്കൂരിയുണ്ട്, കാരിയുണ്ട്, നല്ല സൂപ്പർ വരാല ഉണ്ടോ? സൂപ്പർ വരാല. ഇത് നമ്മുടെ നാടൻ വരാല. അതിന്റെ കണ്ടോ? നമുക്ക് ഇനി ശബരിച്ചന്റെ എങ്ങനെയുണ്ട്? ഇത് തകർത്തല്ലേ? ശബരിച്ചൻ തകർത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉള്ളി പറഞ്ഞത് ശരിയാ. ഇത് വാളയാണ്. ഉണ്ടോ? അല്ല, സൂപ്പർ വാളയാ. ജീവനുണ്ട് വാളയ്ക്ക്. ഞാൻ അതിനെ തൊടുന്നില്ല, അത് കെട്ടാതെ ഇട്ടിരിക്കുക. കണ്ടോ? ഉടക്കല കിട്ടിയ വാളയാണ്. പക്ഷെ ഒരു കാര്യമാണ്, ആ വലയുടെ ലക്ഷണം കണ്ടോ? വല പരിവായി. എവിടെയോ പിന്നെ വടം വെച്ച വെള്ളം കയറ്റിയ പാടത്ത് കൊണ്ടിട്ടതാ. പൊതുവെ ഇന്ന് എല്ലാവർക്കും മീന് ആവശ്യം പോലെ ഉണ്ട്. അപ്പൊ കച്ചവടക്കാരെ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ്. കച്ചവടക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യും. വന്നില്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ പോകും. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ജോസിട്ടി മീന് 2-3 വള്ളത്തേലെ കുറേശ്ശെ മീനെടുത്ത് അശാൻ കച്ചവടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ചെറിയ പാത്രം കൊണ്ടിരുന്ന് ചുമക്കാൻ മേല, നടുവേദനയാണെന്നാ പറയുന്നത് ജോസിട്ടി. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് ഏറെ സമയമായി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് പോവാം. ഇനി വള്ളത്തെ കയറി നമുക്ക് ഈ മഞ്ഞക്കൂരി ചാകാതെ കൊണ്ടിടാം. അപ്പം ഞങ്ങളിത് ചാകാതെ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിലിടാൻ പോവുകയാണ്. കന്നിട്ട വന്നിട്ടുണ്ട്, താമസിച്ചു പോയി. കേറി ഇപ്പം വന്ന് ജോർജുട്ടിയുടെ വള്ളത്തിലൊന്ന് നോക്കാം. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. മഞ്ഞക്കൂരി തൂളി കാര്യമൊക്കെയാ പറയുന്നത്. നമുക്ക് ആ മീനൊന്ന് കാണാം, നോക്കാം. ഏതായാലും നമ്മൾ കാഴ്ചകളിലേക്ക് പോവാണ്. ഒരൊന്നൊന്നര മഞ്ഞക്കൂരിയാ അത്. ഉണ്ടോ? ഉടലും വിളിക്കുന്ന തൂളിയാണ്. കാര്യം അതുപോലെ തന്നെ സൂപ്പർ കാര്യം. ഉണ്ടോ? ചാകാതിട്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ മീൻ ചാകാതെ അല്ല, ഇവിടെ ഒരെണ്ണം പാത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? വാളയാ. വാളയില്ല, വാളയൊന്നും നമുക്ക് കിട്ടിയില്ല. പറയാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ കൂരിയൊക്കെ ചാകാതെ വെള്ളത്തിലിടാം. മഞ്ഞക്കൂരി കുഞ്ഞിനെ അതിനെ വിട്ടുതരും. അത് വലുതാകുമ്പോൾ നമുക്ക് പിടിക്കാം. ഇത് ഇവിടെയുണ്ട് 1-2 ഇത് കണ്ടോ? ഉണ്ടോ? വലുതാകട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.